ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ചുണ്ടായ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട 40 വയസ്സുകാരനായ ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജനായ വിശ്വാസ് കുമാർ രമേശ് താൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ഇപ്പോഴും വ്യക്തമായി ഓർക്കുന്നില്ല എന്നാണ് പറയുന്നത്. എനിക്കതിൽ നിന്ന് എങ്ങനെ ജീവനോടെ പുറത്തു വരാൻ കഴിഞ്ഞുവെന്നറിയില്ല. കുറച്ചു നേരത്തേക്ക് ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് തന്നെ കരുതി. ഈ വിമാന ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് ലെസ്റ്ററിൽ താമസിക്കുന്ന UK-യിലെ ലെസ്റ്ററിൽ താമസിക്കുന്ന ബിശ്വാസ്. വിമാനത്തിൽ എമർജൻസി വാതിലിന് സമീപത്തെ 11A എന്ന സീറ്റിലായിരുന്നു ബിശ്വാസ് ഇരുന്നത്. വിമാനം ഇടിച്ചിറങ്ങിയതോടെ എമർജൻസി വാതിൽ പുറത്തേക്ക് തെറിച്ചിരിക്കാമെന്നാണ് നിഗമനം. ഹോസ്റ്റലിലെ ഗ്രൗണ്ട് ഫ്ലോറിന് അടുത്താണ് അദ്ദേഹം ഇറങ്ങിയത്. അവിടെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി. കെട്ടിടത്തിൻ്റെ മതിൽ എതിർവശത്തായിരുന്നു. ആർക്കും ആ വഴി പുറത്തു വരാൻ കഴിഞ്ഞുവെന്ന് ഞാൻ കരുതുന്നില്ല. നിമിഷങ്ങൾക്കുള്ളിൽ തീ ആളിപ്പടർന്നു. എൻ്റെ കയ്യിൽ പൊള്ളലേറ്റു. എൻ്റെ കൺമുന്നിൽ വെച്ചാണ് 2 എയർ ഹോസ്റ്റസ്മാർ മരിച്ചത്, വിശ്വാസ് കൂട്ടിച്ചേർത്തു. ടേക്ക് ഓഫ് ചെയ്ത് 1 മിനിറ്റിന് ശേഷം വിമാനത്തിന് എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ പച്ചയും വെള്ളയും നിറത്തിലുള്ള ലൈറ്റുകൾ തെളിഞ്ഞു. പൈലറ്റുമാർ വിമാനം ഉയർത്താൻ ശ്രമിച്ചു. പക്ഷേ അത് പൂർണ്ണ വേഗത്തിൽ തന്നെ പോയി താഴെയുള്ള കെട്ടിടത്തിലിടിച്ചു എന്നാണ് വിശ്വാസ് പറയുന്നത്. ഇന്ന് രാവിലെ ആശുപത്രിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും വിശ്വാസ് കുമാറിനെ നേരിട്ടെത്തി സന്ദർശിക്കുകയും അപകടത്തെക്കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്തു. ഈ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ എത്രയും വേഗം അപകടനില തരണം ചെയ്ത് പൂർണ്ണ ആരോഗ്യവാനോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.